ഹായ്. അപ്പോൾ ഇന്ന് സൺഡേ ആട്ടോ. അപ്പോൾ ഞാൻ മുടിയിലൊക്കെ ഒന്ന് എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി എണ്ണ തേച്ചിട്ട്. അപ്പം ഞാൻ എണ്ണ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ അമ്മ എനിക്ക് കാച്ചി തരുന്ന എണ്ണ കേട്ടോ. നീലമരി, ചെമ്പരത്തി, നെല്ലിക്ക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാനിന്ന് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസമൊന്നും എണ്ണ തേച്ച് കുളിക്കൽ നടക്കുകയില്ല. അപ്പോൾ ഇതുപോലെ ഞായറാഴ്ചകളോ അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഞാൻ എണ്ണ തേക്കാറുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് നേരം വൈകി, അതുകൊണ്ട് ഞാൻ എണ്ണ നെറുകിൽ ഒഴിച്ചിട്ട് കുളിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എണ്ണ ഓരോ ഭാഗം, മുടിയുടെ ഓരോ ഭാഗം മാറ്റി സ്കാൽപ്പിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് പരമാവധി പറ്റുന്ന പോലെ എല്ലാവിടെയും സ്കാൽപ്പിൽ എണ്ണ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഈ ഒരു സംഭവം ഡെയിലി ചെയ്യരുത്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുടിയുമേ എണ്ണ തേക്കുന്നത്. ഒരുപാട് എന്താ പറയുക, കുനിഞ്ഞിട്ടൊക്കെ നമ്മൾ സൈഡിലൊക്കെ തേക്കണം. പക്ഷേ ഇപ്പോൾ എനിക്ക് കുനിയാനൊരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് കാണിച്ചു തരുന്നത്. എൻ്റെ മുടി സത്യത്തിൽ പറഞ്ഞാൽ നീളം വെച്ചതേ ഉള്ളൂ, ഒട്ടും ഉള്ളായിട്ടില്ല. ഒട്ടും തന്നെ ഇല്ല എന്നാലും പറയാം. നീളം ഒരുപാട് വെച്ചായിരുന്നു. ഞാൻ മുടി പിന്നെ വെട്ടിയിട്ടുമില്ല, തുമ്പ് ഒരുപാടുള്ളതുകൊണ്ട് അതും വെട്ടണം. അപ്പോൾ ഇപ്പോൾ പിന്നെ പ്രഗ്നൻസി ടൈമൊക്കെ ആയതുകൊണ്ട് ഞാൻ അത് വേറെ മുടിയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഒരു പണിയും ചെയ്യുന്നില്ല, മുടി വെട്ടലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ട്രിമിസ്റ്ററിലൊക്കെ എനിക്ക് വന്നിരുന്ന കാര്യമാണ് ഈ മുഖത്ത് പല ഷെയ്ഡ് വരിക. മുഖത്ത് നമ്മുടെ സ്കിന്നിൻ്റെ കളറിലാണ്ട് നമ്മൾ വെയിലടിക്കുന്നൊന്നുമില്ല, എന്നാൽ വെയിലടിച്ച ഒരു പല ഷെയ്ഡ് വരിക. കവിളുമ്മയും നെറ്റിമേയും പിന്നെ കഴുത്തിൽ പിന്നെ പറയണ്ട, കഴുത്തിൽ നല്ലോണം കറുപ്പാവും പ്രഗ്നൻസിൻ്റെ ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ. അപ്പം ഞാൻ അങ്ങനെ എണ്ണ തേക്കുകയാണ്. എണ്ണ തേച്ച് കഴിഞ്ഞു, അത് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടിവെച്ച് മേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു പൊട്ട് തൊടും, പിന്നെ കണ്ണെഴുതും, സിന്ദൂരം തൊടും, അത്രേ ഉള്ളൂ. അതും ചെയ്യാണ്ടാണ് ഞാൻ വരുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് വെറുതെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുടി നല്ലോണം തോർത്തി കഴിഞ്ഞതിന് ശേഷം ഒരു ഇഴയെടുത്ത് അങ്ങനെ കെട്ടിവെച്ച് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് വിശന്നു. അപ്പോൾ ഞാൻ താഴത്തേക്ക് വന്നു. അതാ നല്ല ഫുഡായിരുന്നു കേട്ടോ. നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല, നാടൻ